നമുക്ക് ആദ്യം ടോപ്പിക്കിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് എന്നുള്ള ടോപ്പിക് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. എങ്ങനെയാണ് ഒരു പ്രോഗ്രാം ഫ്ലോ വരുന്നത്, ഒരു ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതിനകത്ത് സെറ്റ് ഓഫ് കോഡുകൾ ഉണ്ടായിരിക്കും. ആ സെറ്റ് ഓഫ് കോഡുകളെ ഏത് ഓർഡറിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്ന രജിസ്റ്ററിന്റെ സഹായത്തോടെ മനസ്സിലാക്കുന്നു. സോ ഈ പ്രോഗ്രാം ഫ്ലോയിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ്, ലൈക്ക് എന്താണ് ബ്രാഞ്ചിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, ആ ഒരു പ്രോഗ്രാം ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സീക്വൻഷ്യൽ ഓർഡർ ഉണ്ടായിരിക്കും. ഒരു പ്രോഗ്രാമിൽ 1 മുതൽ 10 വരെ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ ആ 10 വരെ സ്റ്റെപ്പ് 1, 2, 3 എന്ന സീക്വൻഷ്യൽ ഓർഡറിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. പക്ഷെ അങ്ങനെ നടക്കാതെ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ്, ചില ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസിനെ യൂസ് ചെയ്തുകൊണ്ട് ആ പ്രോഗ്രാമിന്റെ ഫ്ലോയിനെ മോഡിഫൈ ചെയ്യുന്നു. അതായത് 1, 2, 3 ആ 3 സ്റ്റെപ്പുകൾ നടന്നതിന് ശേഷം 4ാമത്തെ സ്റ്റെപ്പ് നടക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ ഒരു ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നു. 5, 6 സ്റ്റെപ്പ് എനിക്കത് വർക്ക് ചെയ്യേണ്ട, അത് ഞാൻ സ്കിപ്പ് ചെയ്യുന്നു. 7ാമത്തെ സ്റ്റെപ്പിലേക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യുന്നു, ഒരു ഇൻസ്ട്രക്ഷനെ സെൻഡ് ചെയ്യുന്നു. സോ അങ്ങനെ നമുക്ക് വേണ്ട ഓർഡറിൽ ഒരു പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ, ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ്, സെറ്റ് ഓഫ് കോഡാണ്. കോഡില് 1 മുതൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് എങ്കിൽ ആ 10 വരെയുള്ള ഇൻസ്ട്രക്ഷൻസിൽ എനിക്ക് എവിടെയെങ്കിലും വെച്ചൊരു സ്കിപ്പ് അടിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രോസസ്സിംഗ് ആണ് ബ്രാഞ്ചിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് മോഡിഫൈ ദ ഫ്ലോ ഓഫ് പ്രോഗ്രാമിന്റെ ഫ്ലോയിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്ന രജിസ്റ്ററിനെ എന്ത് ചെയ്യുന്നു, മോഡിഫൈ ചെയ്യിക്കുന്നു. ഇന്ന സെക്ഷനിലെ ഇന്ന അഡ്രസ്സിനെ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത അഡ്രസ് ആണ് റീഡ് ചെയ്യേണ്ടത്. ആ ഒരു ഇൻസ്ട്രക്ഷൻ ആർക്ക് പാസ് ചെയ്യുന്നു, പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്ന രജിസ്റ്ററിന് പാസ് ചെയ്യുന്നു. സോ പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ആദ്യം പ്രോഗ്രാം ഫ്ലോ എന്താണ്, ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ്, കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. നമ്മൾ ഇന്ന് പറഞ്ഞ് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രാഞ്ചിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. ബ്രാഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ അല്ലാതെ നമ്മൾ പറയുന്ന മോഡിഫിക്കേഷനിലൂടെ നമ്മൾ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിനെയാണ് ബ്രാഞ്ചിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 ടൈപ്പ് ഓഫ് ബ്രാഞ്ചിങ് ഉണ്ട്, കണ്ടീഷണൽ ബ്രാഞ്ചിങ് ഉണ്ട്, അൺകണ്ടീഷണൽ ബ്രാഞ്ചിങ് ഉണ്ട്. കണ്ടീഷണൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തതിന് ശേഷം, ഒരു ടെസ്റ്റ് പെർഫോം ചെയ്തതിന് ശേഷം അത് ട്രൂ ആണെങ്കിൽ മാത്രമേ അവിടെ ബ്രാഞ്ചിങ് നടക്കുന്നുള്ളൂ. Conditional branch instructions are those where a test is performed and the branching only take place if the test is true. ടെസ്റ്റ് ട്രൂ ആവുന്ന കേസിൽ മാത്രമേ ബ്രാഞ്ചിങ് നടത്തുന്നുള്ളൂ എങ്കിൽ അതിനെയാണ് കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് എന്ന് വിളിക്കുന്നത്. എന്നാൽ അൺകണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ അവിടെ ടെസ്റ്റുകളോ അല്ലെങ്കിൽ ഒരു കണ്ടീഷനോ ഒന്നും നോക്കുന്നില്ല. ഡയറക്റ്റ് എപ്പോഴാണോ നമുക്ക് ബ്രാഞ്ച് ചെയ്യേണ്ടത് ആ സമയത്ത് നമ്മൾ ജമ്പ് എന്ന് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഡയറക്ട്ലി ജമ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓൾവേസ് ബ്രാഞ്ചസ് എന്താണ്, അൺകണ്ടീഷണൽ ബ്രാഞ്ചിങ്ങിനകത്ത് ഓൾവേസ് എന്താണ്, ബ്രാഞ്ചിങ് നടക്കും. എന്നാൽ കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷനകത്ത് എപ്പോഴും ബ്രാഞ്ചിങ് നടക്കുന്നില്ല. ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും. ആ ടെസ്റ്റ് ട്രൂ ആവുന്ന കേസിൽ മാത്രമേ ബ്രാഞ്ചിങ് നടക്കുന്നുള്ളൂ. ബ്രാഞ്ചിങ് എന്താണെന്ന് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ബ്രാഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിൽ ഒരു സെറ്റ് ഓഫ് കോഡുകൾ ഉണ്ടായിരിക്കും. 1 മുതൽ 10 വരെയുള്ള സെറ്റ് ഓഫ് സ്റ്റെപ്പ് വൈസ് ആണ് കോഡുകൾ എങ്കിൽ ആ ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ നിന്ന് ചേഞ്ച് ചെയ്തുകൊണ്ട് എന്റെ നീഡ് അനുസരിച്ച്, എന്റെ റിക്വയർമെന്റ് അനുസരിച്ചുകൊണ്ട് എനിക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ 2 സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ പ്രോസസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ബ്രാഞ്ചിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത്. സോ ബ്രാഞ്ചിങ് 2 തരത്തിലുണ്ട്, കണ്ടീഷണൽ ബ്രാഞ്ചിങ്ങും ഉണ്ട്, അൺകണ്ടീഷണൽ ബ്രാഞ്ചിങ്ങും ഉണ്ട്. ഇനി നമുക്ക് ഇവിടെ കണ്ടീഷണൽ ബ്രാഞ്ചിങ് അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് നടത്തിയതിനു ശേഷം ആ ടെസ്റ്റ് ട്രൂ ആവുന്ന കേസിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്രാഞ്ചിങ് നടത്തുന്നു. RISC-V ഇൻസ്ട്രക്ഷൻസിനകത്ത്, RISC-V പ്രോസസറുടെ ഇൻസ്ട്രക്ഷൻസിനകത്ത് 6 കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ആണുള്ളത്. 6 കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഓരോ കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസിനും 2 സോഴ്സ് രജിസ്റ്റേഴ്സും ഉണ്ടാകും, ഒരു ലേബൽ ഉണ്ടാകും. അതാണ് അതിന്റെ സ്ട്രക്ചർ. ഒരു പർട്ടിക്കുലർ കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസിന്, കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ പറയുക. ആ ഇൻസ്ട്രക്ഷന് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ന്യൂമോണിക് കോഡിന് 2 സോഴ്സ് രജിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കണം, ഒരു ലേബൽ ഉണ്ടായിരിക്കണം. സോഴ്സ് രജിസ്റ്റേഴ്സ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പറഞ്ഞിരിക്കുന്ന കണ്ടീഷന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. S1, S2 എന്ന് പറഞ്ഞ 2 സോഴ്സ് രജിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ S1 എന്ന് പറയുന്ന രജിസ്റ്ററിലെയും S2 എന്ന് പറയുന്ന രജിസ്റ്ററിലെയും കണ്ടന്റുകൾ തമ്മിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പാരിസൺ നടത്തുന്നത് അല്ലെങ്കിൽ
കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഇനി ലേബൽ എന്ന് പറയുന്ന പോയിന്റ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ലേബൽ എന്ന് പറഞ്ഞ പോയിന്റ് കൊണ്ട് നമ്മൾ ആ പ്രോഗ്രാമിൽ എവിടെയാണോ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങോട്ടേക്കാണ് ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ആ കണ്ടീഷൻ ട്രൂ ആണ് എങ്കിൽ. എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. 6 ടൈപ്പ് ഓഫ് കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് ഏതൊക്കെയാന്ന് ഓർത്തിരിക്കുക. ഫസ്റ്റ് വൺ ആണ് BEQ. എന്താണ് BEQ? ബ്രാഞ്ചിങ് ഇഫ് ഈക്വൽ ആണ് എങ്കിൽ നമ്മൾ BEQ 2 സോഴ്സ് രജിസ്റ്റേഴ്സ് കൊടുക്കുന്നു. ആ സോഴ്സ് രജിസ്റ്റേഴ്സ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അത് ഈക്വൽ ആണ് എങ്കിൽ, ഈക്വൽ ആവുന്ന കേസിൽ ബ്രാഞ്ചിങ് നടത്താൻ വേണ്ടിയിട്ടാണ് BEQ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ഉപയോഗിക്കുന്നത്. BNE ബ്രാഞ്ച് ഇഫ് നോട്ട് ഈക്വൽ. നമ്മൾ 2 സോഴ്സ് രജിസ്റ്റേഴ്സ് കൊടുക്കുന്നു. ആ സോഴ്സ് രജിസ്റ്റേഴ്സ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അത് രണ്ടും ഈക്വൽ അല്ലാത്ത സെനാരിയോസിൽ ബ്രാഞ്ചിങ് നടത്താൻ വേണ്ടിയിട്ടാണ് ബ്രാഞ്ച് നോട്ട് ഈക്വൽ BNE എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ഉപയോഗിക്കുന്നത്. ഇനി BLT എന്ന് പറയുന്നത് ലെസ് ദാൻ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. S1 എന്ന് പറയുന്ന രജിസ്റ്ററും S2 എന്ന് പറയുന്ന രജിസ്റ്ററും ആണ്. S1 ആണ് ഫസ്റ്റ് രജിസ്റ്റർ. അപ്പൊ S1 ലെസ് ദാൻ S2 ആണ് എങ്കിൽ ബ്രാഞ്ചിങ് നടത്തണം. അതാണ് BLT എന്ന് പറയുന്നത്. ഇനി BGE ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ബ്രാഞ്ച് ചെയ്യണം. S1 എന്ന് പറയുന്ന രജിസ്റ്ററും S2 എന്ന് പറയുന്ന രജിസ്റ്ററും ഉണ്ട്. ആ S1 എന്ന് പറയുന്ന രജിസ്റ്റർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു S2 ആണ് എങ്കിൽ അവിടെ ബ്രാഞ്ചിങ് നടത്തണം. ഈ BLTയും BGEയും എന്താണ്? സൈൻഡ് നമ്പേഴ്സ് ആണ് നമ്മൾ ഓപ്പറാൻഡ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഇത് അൺസൈൻഡ് നമ്പേഴ്സ് ആണെങ്കിൽ നമ്മളവിടെ ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻ ആണ് BLTU എന്ന് പറയുന്നതും BGEU എന്ന് പറയുന്നതും. അൺസൈൻഡ് നമ്പേഴ്സ് ആണെങ്കിൽ. അങ്ങനെ 6 കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് ആണ് ഉള്ളത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. എക്സാമ്പിളും കൂടെ പറഞ്ഞിട്ട് ഞാനൊന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഈ എക്സാമ്പിളിൽ പറയുന്നത് ഒരു അസംബ്ലി കോഡാണ് ഇൻസ്ട്രക്ഷൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് നോക്കിയേ, ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ആഡ് S0, 0, 4. അതായത് S0 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് 0ഉം 4ഉം ആഡ് ചെയ്ത് S0യിലേക്ക് സ്റ്റോർ ചെയ്യണം. അതാണല്ലോ അഡീഷൻ ഓപ്പറേഷന്റെ ഇതെന്ന് പറയുന്നത്. സോ അഡീഷൻ ഓപ്പറേഷനിൽ ആദ്യം പറയുന്നത് എന്തായിരിക്കും? ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ ആയിരിക്കും. S0 എന്ന് പറയുന്ന ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ ആണ്. ദെൻ 0ഉം 4ഉം അവിടെ ആഡ് ചെയ്യേണ്ട ഓപ്പറാൻഡുകളാണ്. 0ഉം 4ഉം ആഡ് ചെയ്ത് S0യിലേക്ക് എന്ത് ചെയ്യുന്നു? 4 എന്ന് പറയുന്ന നമ്പർ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇനി രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ ആണ് അഡീഷൻ ഓഫ് എന്താണ്? S1, 0, 1. S1 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് 0ഉം 1ഉം ആഡ് ചെയ്ത് S1 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് 1നെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അപ്പൊ S0 എന്ന് പറയുന്ന രജിസ്റ്ററിലുള്ളത് 4 ആണ്. S1 എന്ന് പറയുന്ന രജിസ്റ്ററിലുള്ളത് 1 ആണ്. ഇനി നമ്മളോട് മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ ആണ് ഷിഫ്റ്റ് ലെഫ്റ്റ് ലോജിക്കൽ എന്ന് പറയുന്നത്. എന്താണ് ഷിഫ്റ്റ് ലെഫ്റ്റ് ലോജിക്കൽ? ഈ ഷിഫ്റ്റ് ലെഫ്റ്റ് ലോജിക്കൽ S1, S1, 2 എന്നാ തന്നിരിക്കുന്നത്. അതായത് S1 ആണ് ഡെസ്റ്റിനേഷൻ ഓപ്പറാൻഡ്. S1ലേക്കാണ് സ്റ്റോർ ചെയ്യേണ്ടത്. ഷിഫ്റ്റ് നടത്തിയതിനു ശേഷം സ്റ്റോർ ചെയ്യേണ്ടത്. S1 എന്ന് പറയുന്ന പർട്ടിക്കുലർ രജിസ്റ്ററിൽ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? ഷിഫ്റ്റ് ചെയ്യേണ്ടത്. 1 എന്ന് പറഞ്ഞാൽ 1 ബിറ്റ് വെച്ചാണ്, അല്ലെങ്കിൽ 2 ആണ്. 2 എന്ന് പറഞ്ഞാൽ 2 ബിറ്റ് വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഷിഫ്റ്റിംഗ് നടത്തേണ്ടത്. അതായത് 1 എന്ന് നമ്മൾ എഴുതുന്നത് ബൈനറി ഫോർമാറ്റിൽ എഴുതുന്നത് എങ്ങനെയാണ്? 0, 0, 0, 1 ആണ് 1 എന്ന് നമ്മൾ എഴുതുക. ഈ 1 എന്നുള്ളതാണ് എന്തിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്? S1 എന്ന് പറയുന്ന രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. 0, 0, 0, 1നെ നമ്മൾ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലെഫ്റ്റ് ലോജിക്കൽ ആയതുകൊണ്ട്, ഷിഫ്റ്റ് ലെഫ്റ്റ് ലോജിക്കൽ ആയതുകൊണ്ട് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ആയ 0, 0നെ എന്ത് ചെയ്യുന്നു? ഡിലീറ്റ് ചെയ്ത് കളയുന്നു. അതിനുശേഷം ബാക്കിയുള്ളത് 0, 1 ആണ്. അപ്പൊ 4 ബിറ്റിനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ 0, 1ന്റെ റൈറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് വരുന്ന സ്ഥലത്ത്, റൈറ്റ് സൈഡിൽ അല്ല, ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് വരുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? 0, 0 ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതായത് ആദ്യം 0, 0, 0, 1 എന്നുള്ള കൺസെപ്റ്റ് പിന്നീട് 0, 1, 0, 0 ആയി മാറുന്നു. 0, 0, 0, 1 എന്ന് പറയുന്നത് 1ഉം, എന്നാൽ അതിന് ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് 0, 1, 0, 0 ആണ്. അതായത് 1, 0, 0 എന്ന് പറയുന്നത് ഏതിന്റെ ബൈനറിയാണ്? 4 എന്ന് പറയുന്ന നമ്പറിന്റെ ബൈനറിയാണ്. ആ ഷിഫ്റ്റ് ലെഫ്റ്റ് അല്ലെങ്കിൽ ഷിഫ്റ്റ് ലെഫ്റ്റ് ലോജിക്കൽ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നടക്കുന്നത് ഈ 1 എന്ന് പറയുന്ന നമ്പറിനെ 2 ബിറ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് 4 എന്ന് പറയുന്ന നമ്പറായി മാറുന്നു. സോ S1ല് 4 എന്ന് പറയുന്ന സ്റ്റോറേജ് ആയി, അല്ലെങ്കിൽ S1ലെ നമ്പർ എന്ന് പറയുന്നത് 4 ആയി മാറുന്നു. ഇനി അവിടെ ഒരു ബേസിക് കൺസെപ്റ്റ് ഉണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസംബ്ലി കോഡില് ഷിഫ്റ്റ് ലെഫ്റ്റ് ലോജിക്കൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉപയോഗിക്കുന്നത് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് അതിൻ്റെ അകത്ത് ശരിക്കും ആക്ച്വലി നടക്കുന്നത്. എന്താന്ന് ചോദിച്ചാൽ നമ്മളൊരു പർട്ടിക്കുലർ രജിസ്റ്ററിൽ 2 എന്ന് പറയുന്ന ഇവിടെ നമ്മൾ 2 തന്നിട്ടുണ്ട്. ഷിഫ്റ്റ് ലെഫ്റ്റ് ലോജിക്കലിനകത്ത് SLL S1, S1, 2
2 ബിറ്റ് വെച്ചാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. 2 ബിറ്റ് വെച്ച് ഷിഫ്റ്റ് ചെയ്യുക എന്ന് മീൻ ചെയ്യുന്നത് എന്താണോ S1ലെ കണ്ടന്റ് അതിനെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് അതിന്റെ ഒരു ബാക്ക് എൻഡിൽ വരുന്ന പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ബൈനറി ബിറ്റ് വെച്ച് നമ്മൾ ഷിഫ്റ്റ് നടത്തി കഴിഞ്ഞാലും അങ്ങനെ തന്നെ വരുള്ളൂ. ഇനി ഇവിടെ 2 അല്ല, ഷിഫ്റ്റ് ലെഫ്റ്റ് ലോജിക്കൽ S1, S1, 2 അല്ല 1 ആയിരുന്നു എങ്കിൽ, ഒരു ബിറ്റ് വെച്ചാണ് ഷിഫ്റ്റ് ചെയ്യുന്നത് എങ്കിൽ S1ൽ എന്താണോ ഉള്ളത് അതിന് മൾട്ടിപ്ലൈഡ് ബൈ 2 ചെയ്യുകയാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. അങ്ങനെ ഒരു കൺസെപ്റ്റ് അവിടെ ഉണ്ട്. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണെങ്കിലും മനസ്സിലാവും, ഷിഫ്റ്റ് ലെഫ്റ്റ് ലോജിക്കൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് അനുസരിച്ചുകൊണ്ട് S1 എന്ന് പറയുന്ന രജിസ്റ്ററിൽ എന്ത് കണ്ടന്റ് ആണോ ഉള്ളത് അതിന്റെ 2 ബിറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നു. S1ൽ 1 ആയിരുന്നു, 1 എന്ന് പറഞ്ഞാൽ 0, 1 ആണ്. 1 എന്ന് പറഞ്ഞാൽ എന്താണ്, 4 ബിറ്റുകളായിട്ട് എഴുതുമ്പോൾ 0, 0, 0, 1 ആണ്. ആ 0, 0, 0, 1നെ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റായ 2 സീറോസ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന എന്താണ്, 0, 1 ആണ്. അപ്പൊ 0, 1 മാത്രമായിട്ട് നിൽക്കില്ല, അതിനെ 4 ബിറ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റിന്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, 2 സീറോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. സോ 0, 0, 0, 1 എന്നുള്ളത് 0, 1, 0, 0 ആയി മാറുന്നു. 0, 0, 0, 1 എന്ന് പറഞ്ഞാൽ 1 ആണ്, 0, 1, 0, 0 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പൊ ഇവിടെ S1ലേക്ക് എന്തായി മാറി, 4 ആയി മാറി. അപ്പൊ S0യിലും 4 ആണ്, S1ലും 4 ആണ്. ഇനിയാണ് നമ്മുടെ ബ്രാഞ്ചിങ് വരുന്നത്. ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 4ാമത്തെ സ്റ്റെപ്പ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഈ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ ആണ്. ഈ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷനിൽ BEQ എന്ന് പറഞ്ഞ ഒരു കണ്ടീഷണൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. BEQ എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് ഇഫ് ഈക്വൽ ഏത്, S0, S1, ടാർഗറ്റ്. ഇവിടെ S0 എന്ന് പറയുന്നതും S1 എന്ന് പറയുന്നതും 2 സോഴ്സ് രജിസ്റ്റേഴ്സ് ആണ്. ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ലേബൽ ആണ്. S0നെയും S1നെയും തമ്മിൽ ഈക്വൽ ആണോ നോക്കുന്നു, S0 ഈക്വൽ ടു S1 ആണോ എന്ന് നോക്കുന്നു. ആണ് എങ്കിൽ, ആണോ, അതെ, S0യിൽ 4 ആണ്, S1ൽ 4 ആണ്. അപ്പൊ S0യിലെ കണ്ടന്റും S1ലെ കണ്ടന്റും തമ്മിൽ ഈക്വൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ബ്രാഞ്ച് എടുക്കേണ്ടി വരുന്നു. ബ്രാഞ്ച് ഈസ് ടേക്കൺ. ബ്രാഞ്ച് ഈസ് ടേക്കൺ എന്ന് വെച്ചാൽ ഇവിടെ ഈക്വൽ ആണെങ്കിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ട ലേബലാണ് ടാർഗറ്റ് എന്നിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ആ ടാർഗറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഈക്വൽ ആണ് എങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട ലേബലാണ്. ഈ ലേബൽ എവിടെയാണെന്ന് നോക്കുക. ഈ പ്രോഗ്രാമിൽ ഇപ്പൊ ഇത് 4th സ്റ്റെപ്പ് ആയിരുന്നു, 5th സ്റ്റെപ്പും 6th സ്റ്റെപ്പും നമ്മൾ അവിടെ എക്സിക്യൂട്ട് ചെയ്യാതെ സ്കിപ്പ് ചെയ്യേണ്ടി വരുന്നു. ടാർഗറ്റ് എന്ന് പറയുന്നത് 7th സ്റ്റെപ്പ് ആണ്. അപ്പൊ ഈ ടാർഗറ്റിനകത്ത് എന്താണ് പെർഫോം ചെയ്യേണ്ടത് അതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ ഈ 2 അഡീഷനും ഈ ഒരു സബ്സ്ട്രാക്ഷനും ഈ ഒരു അഡീഷനും അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. ഡയറക്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്ന ലേബലിലേക്ക് പോകുന്നു. ആ ലേബലിൽ പറഞ്ഞിരിക്കുന്ന ഓപ്പറേഷൻ എന്താണ്, ആഡ് S1, S1, S0. S1ലേക്ക് S1, S0നെ ആഡ് ചെയ്യാനാണ്. അതായത് 4, 4 കൂട്ടി 8 എന്ന് സ്റ്റോർ ചെയ്ത് S1ലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഈ 2 സ്റ്റെപ്പുകൾ ആഡും സബ്സ്ട്രാക്ഷനും ഇവിടെ എന്ത് ചെയ്യുന്നില്ല, എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. കാരണം ഇവിടെ ഈക്വൽ ആണ് എങ്കിൽ ടാർഗറ്റിലേക്ക് റൺ ചെയ്യാനാണ് പറയുന്നത്, അല്ലെങ്കിൽ ടാർഗറ്റിലേക്ക് ബ്രാഞ്ച് ചെയ്യാനാണ് പറയുന്നത്. സോ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടെ അഡീഷൻ ഓപ്പറേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ 2 എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. ഇതാണ് ബ്രാഞ്ചിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണോ? അപ്പൊ ബ്രാഞ്ചിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഓക്കെ ആണോ? എല്ലാവരും ഒന്ന് ചാറ്റിൽ വന്നേ. ഓക്കെ, എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 ടൈപ്സ് ഓഫ് ബ്രാഞ്ചിങ് ഏതൊക്കെയാണ്? 2 ടൈപ്പിലുള്ള ബ്രാഞ്ചിങ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ് 2 ടൈപ്സ് ഓഫ് ബ്രാഞ്ചിങ്? വേഗം ടൈപ്പ് ചെയ്യണേ, ഷോർട്ടായിട്ട് ടൈപ്പ് ചെയ്താൽ മതി. കണ്ടീഷണൽ ബ്രാഞ്ചിങ് ഉണ്ട്, അൺകണ്ടീഷണൽ ബ്രാഞ്ചിങ് ഉണ്ട്. എത്ര ടൈപ്പ് ഓഫ് കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്? RISC-V ഇൻസ്ട്രക്ഷൻ സെറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത സംബന്ധിച്ചിടത്തോളം എത്ര ടൈപ്പ് ഓഫ് 6 ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ 6 കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് ആണ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ചാർതെ ഏതൊക്കെയാണ്? ഏതെങ്കിലും 3 ടൈപ്പ് ചെയ്തേ വേഗം. ഓക്കെ ഫൈൻ. BEQ, BNE, BLT, BGE, BLTU, BGEU, ഇങ്ങനെ 6 ടൈപ്പ് ഓഫ് കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് ആണ് ഉള്ളത്. ഓക്കെ, സോ എന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 രജിസ്റ്റേഴ്സ് ഉണ്ട്. S1 എന്ന് പറയുന്ന രജിസ്റ്ററും S2 എന്ന് പറയുന്ന രജിസ്റ്ററും. S1 ലെസ് ദാൻ S2 ആണെങ്കിൽ ഏത് കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്? S1 ലെസ് ദാൻ S2 ആണെങ്കിൽ BLT എന്ന് പറയുന്ന കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. എന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, S1, S2 എന്ന് പറയുന്ന 2 ഓപ്പറാൻഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ രജിസ്റ്റേഴ്സ് ഉണ്ട്. അവ അൺസൈൻഡ് ആണ്. അൺസൈൻഡ് ഓപ്പറാൻഡ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എന്നാൽ എനിക്ക് ചെക്ക് ചെയ്യേണ്ടത് S1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു S2 ആണോ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഏത് ഇൻസ്ട്രക്ഷൻ ആണ് ഞാൻ ഉപയോഗിക്കേണ്ടത്? ഏത് കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ആണ് ഉപയോഗിക്കേണ്ടത്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അൺസൈൻഡ്. എത്രത്തോളം മനസ്സിലായി എന്നറിയാൻ വേണ്ടിയിട്ടല്ലേ ടൈപ്പ് ചെയ്യാൻ പറയുന്നത്.
ഓക്കെ ഫൈൻ. BGEU എന്ന് പറയുന്ന പർട്ടിക്കുലർ കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ആണ് ഞാൻ ഉപയോഗിക്കേണ്ടത്. ഇനി എന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3 കമ്പോണൻസ് അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചിങ് കണ്ടീഷണൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ ഞാൻ എഴുതുമ്പോൾ 3 കമ്പോണൻസ് വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്തൊക്കെയായിരുന്നു അത്? ഒരു ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ എഴുതുന്ന സമയത്ത് അവിടെ 3 സംഭവങ്ങൾ വരുന്നുണ്ട്. എന്തൊക്കെയായിരുന്നു? ഓക്കെ, 2 സോഴ്സ് രജിസ്റ്റേഴ്സും ഒരു ലേബലുമാണ് വേണ്ടത്. കാരണം 2 സോഴ്സ് രജിസ്റ്റേഴ്സ് ആണ് നമുക്ക് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ആ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ അല്ലെങ്കിൽ ആ ഒരു ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തോ അല്ലെങ്കിൽ ആ ഒരു ടെസ്റ്റിന് എങ്ങനെയാണ് റിസൾട്ട് വരുന്നത് ആ ഒരു ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ടാണ് 2 സോഴ്സ് രജിസ്റ്റേഴ്സ് വേണ്ടത്. ലേബൽ എന്ന് പറയുന്നത് ഇഫ് ദ കണ്ടീഷൻ ഇസ് ട്രൂ, ആ ഒരു പർട്ടിക്കുലർ ടെസ്റ്റ് ട്രൂ ആവുകയാണെങ്കിൽ ഏത് പ്രോഗ്രാം ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, സോ ബ്രാഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാം ഫ്ലോയിനെ നമ്മൾ എന്താണ് നമ്മുടേതായ രീതിക്ക് മോഡിഫൈ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. സോ അവിടെ നമ്മൾ BEQ എന്താണ്, BNE എന്താണെന്നൊക്കെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് BEQ എന്ന് പറയുന്ന പർട്ടിക്കുലർ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ RS1 RS2 എന്ന് പറയുന്ന രണ്ടിടത്തിനെയും കമ്പയർ ചെയ്യുന്ന ഈക്വൽ ടു ആണെങ്കിൽ L1 എന്ന് പറയുന്ന ലേബലിൽ അത് പെർഫോം ചെയ്യുന്നു. BNE ആണെങ്കിൽ RS1 നോട്ട് ഈക്വൽ ടു RS2 ആണെങ്കിലാണ് L2 എന്ന് പറയുന്ന ലേബൽ അവിടെ പെർഫോം ചെയ്യുന്നത്. BLT RS1 RS2, L3 ആണെങ്കിൽ RS1 ലെസ് ദാൻ RS2 ആണെങ്കിൽ L3 പെർഫോം ചെയ്യുന്നു. L3 എന്ന് പറയുന്ന ലേബൽ പെർഫോം ചെയ്യുന്നു. ഇനി BGE ആണെങ്കിൽ RS1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു RS2 ആണെങ്കിൽ L4 എന്ന് പറയുന്ന ലേബൽ പെർഫോം ചെയ്യുന്നു. ആ ഒരു പർട്ടിക്കുലർ ഇതും പറഞ്ഞിട്ടുണ്ട്. ഇനി കണ്ടീഷണൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ അല്ലാതെ അൺകണ്ടീഷണൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അൺകണ്ടീഷണൽ ബ്രാഞ്ചിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അവിടെ നമുക്കൊരു ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ജമ്പ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് അവിടെ ബ്രാഞ്ച് ചെയ്യണം എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അൺകണ്ടീഷണൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന 3 അൺകണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് ആണ്. അതിൽ മോസ്റ്റ് കോമൺലി ജമ്പ് ആണ്. എന്താണ്? ജമ്പ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ആണ് അൺകണ്ടീഷണൽ ബ്രാഞ്ചിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ജമ്പിന് 3 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ ജമ്പ് J ആണ്. സെക്കൻഡ് വൺ ജമ്പ് ആൻഡ് ലിങ്ക് JAL ആണ്. ജമ്പ് ആൻഡ് ലിങ്ക് JAL. മൂന്നാമത്തെയാണ് ജമ്പ് രജിസ്റ്റർ JR എന്ന് പറയുന്നത്. സോ ആക്ച്വലി ഇത് 3 സെയിം ആണ്. ജമ്പ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ആയിട്ട് നമുക്കൊരു കണ്ടീഷൻ ഒന്നും ഇല്ലാതെ ജസ്റ്റ് സ്കിപ്പ് ചെയ്യണം. 5-6 സ്റ്റെപ്പ് എനിക്ക് സ്കിപ്പ് ചെയ്യണം, 7ാമത്തെ സ്റ്റെപ്പാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അൺകണ്ടീഷണൽ ബ്രാഞ്ചിങ് എന്ന് പറയുന്നത്. J എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. J ടാർഗറ്റ് എന്ന് നമ്മൾ ജസ്റ്റ് ജമ്പ് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കുവാണ്. J ടാർഗറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒന്നും ചെക്ക് ചെയ്യോ കമ്പയർ ചെയ്യോ ഒന്നും ഇല്ല. ഡയറക്ട്ലി എന്ത് ചെയ്യുന്നു? ടാർഗറ്റ് എന്ന് പറയുന്ന ലേബലിലേക്ക് ജമ്പ് ചെയ്യുന്നു. ടാർഗറ്റ് എന്ന് പറയുന്ന ലേബലിൽ ആഡ് S1, S0 ആണ്. S1ലേക്ക് S1 S0 ആഡ് ചെയ്ത് വെക്കുന്നു. ഈ പർട്ടിക്കുലർ SRAI ഷിഫ്റ്റ് റൈറ്റോ അല്ലെങ്കിൽ അഡീഷനോ അല്ലെങ്കിൽ സബ്ട്രാക്ഷനോ ഈ 3 ലൈൻ ഓഫ് കോഡുകളും അവിടെ എന്ത് ചെയ്യുന്നില്ല? എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. അവിടെ കണ്ടീഷൻ ഒന്നും ഇല്ല. ജസ്റ്റ് J എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താണ്? ജമ്പ് ആണ്. നമ്മൾ കണ്ടീഷൻ ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് ബ്രാഞ്ചിങ് പ്രോസസ്സ് നടക്കുവാണ്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അവിടെ വരുന്നതാണ് കേട്ടില്ല. യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ പ്രോസസറിന്റെ അകത്തൊക്കെ വരുന്ന കാര്യമല്ലേ, നമ്മളൊരു പർട്ടിക്കുലർ ഹാർഡ്വെയർ കമ്പോണന്റ് ഉപയോഗിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു നമ്മളൊരു പ്രോസസർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ചോ. അപ്പൊ അവിടെ ക്ലോക്ക് റേറ്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു സ്പീഡ് എന്തെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സമയത്ത് നമുക്കൊരു പർട്ടിക്കുലർ കണ്ടീഷൻ എഴുതാതെ ആ പ്രോസസർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലാത്തൊരു സെനാരിയാന്ന് വെച്ചോ. പ്രോസസർ ക്രിയേഷന്റെ സമയത്ത് ആ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ എഴുതാതെ നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലാത്തൊരു സെനാരിയോ ആണെങ്കിൽ നമുക്ക് ആ ലൈൻ ഓഫ് കോഡ് അവിടെ ആവശ്യമായി വരുന്നു. പക്ഷെ അത് ആ ഒരു മേക്കിങ്ങിന്റെ സമയത്ത് മാത്രമേ വേണ്ടി വരുന്നുള്ളൂ. ഈ പ്രോസസർ എക്സിക്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോസസറെ വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മളൊരു പർട്ടിക്കുലർ ആളുകളിലേക്ക് എത്തിക്കുന്ന സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ബാക്ക് ലൈനിൽ നടക്കുന്ന ലൈൻ ഓഫ് കോഡുകൾ അറിയണമെന്നോ അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ ഇല്ല. ഓക്കെ, സോ യൂസർ യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമായി വരുന്ന ലൈൻ ഓഫ് കോഡുകളും യൂസർ യൂസ് ചെയ്യുന്ന സമയത്ത് വരുന്ന ലൈൻ ഓഫ് കോഡുകളും ഡിഫറെന്റ് ആയിരിക്കും. സോ യൂസറിനെ സംബന്ധിച്ചിടത്തോളം ഈ ബാക്ക് എൻഡിൽ നടക്കുന്ന കാര്യങ്ങൾ അതെന്താണ്, പ്രോസസറിന്റെ അകത്ത് എന്താണ് നടക്കുന്നത്, അങ്ങനെയുള്ള ഡയറക്റ്റീവ് ഇതൊന്നും നമുക്ക് അറിയേണ്ട കേസില്ല. അങ്ങനെയുള്ള സെനാരിയോസിലാണ് ഈ ജമ്പ് ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ ലൈക്ക് ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആമേ ക്ലിയർ? ഓക്കെ ഫൈൻ. സോ ഇനി നെക്സ്റ്റ് ആണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്. ഇനി കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് നമ്മൾ ഈ RISC-V ഇൻസ്ട്രക്ഷൻസിൽ അല്ലെങ്കിൽ അസംബ്ലി കോഡിൽ എങ്ങനെയാണ് റൈറ്റ് ചെയ്യുന്നത്, അതിന്റെ ഇൻസ്ട്രക്ഷൻസ് എങ്ങനെയാണ് വരുന്നത്, ഈ വക കാര്യങ്ങളാണ് ഈ സെക്ഷനിൽ പറയുന്നത്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ മെയിൻ ആയിട്ട് കേട്ടിട്ടുള്ളത് if else, സ്വിച്ച് അതൊക്കെയാണ്. പിന്നെ നമുക്ക് ലൂപ്പും പറയാനുണ്ട്. വൈൽ ലൂപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഫോർ ലൂപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഈ 2024 സ്കീമിലെ സിലബസിൽ കൂടുതലും
ഒരു കോഡ് എങ്ങനെയാണ് കോഡിങ് ലൈക്ക് അസംബ്ലി കോഡ് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രോഗ്രാമിംഗ് കൺസെപ്റ്റിൽ കുറെ കോഡുകൾ വരുന്നത്. നമ്മൾ ഫോളോ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന RISC-V എഡിഷൻ ആണ്. ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ആ ടെക്സ്റ്റ് ബുക്കിൽ ആക്ച്വലി ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കോഡ് കുറച്ചും കൂടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ആ കോഡ് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ കോഡ് ഓരോന്നും ആ ന്യൂമോണിക്സ് എന്താണ് അത് ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങൾ പഠിച്ചു വെക്കാനും ശ്രമിക്കാം. ഇനി കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഈഫ് എൽസ് ഒക്കെ വരുന്നതാണ് കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്സ്. അതായത് നമുക്കൊരു പർട്ടിക്കുലർ ബ്ലോക്ക് ഓഫ് കോഡ് ഉണ്ടായിരിക്കും. ആ ഈഫ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ കണ്ടീഷൻ ട്രൂ ആവുന്ന കേസിൽ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്താ ആ ഈഫിന്റെ ബ്ലോക്ക് കോഡ് ഉള്ളത്. ആ കണ്ടീഷൻ ട്രൂ ആവുന്ന കേസിൽ മാത്രമേ ആ ഈഫിന്റെ ബ്ലോക്ക് കോഡ് വർക്ക് ചെയ്യുള്ളൂ. പക്ഷേ RISC-V പ്രോസസറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഈഫ് ഇൻസ്ട്രക്ഷൻ അല്ല അവിടെ വരുന്നത്. കണ്ടീഷണൽ ഇൻസ്ട്രക്ഷൻസ് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ കണ്ടീഷനെ മെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ കണ്ടീഷണൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. കണ്ടീഷണൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ കണ്ടീഷണൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസിൽ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു ഹൈ ലെവൽ കോഡിനകത്ത് ഇഫ് i ഈക്വൽ ടു ജെ എന്നുള്ളൊരു കണ്ടീഷനാണ് ചെക്ക് ചെയ്യുന്നത് എങ്കിൽ, ഇഫ് i ഈക്വൽ ടു ജെ എന്ന് പറയുന്ന, അല്ലെങ്കിൽ i ഈക്വൽ ടു ജെ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് ചെക്ക് ചെയ്യുന്നത് എങ്കിൽ, അതിന്റെ അസംബ്ലി കോഡ് റൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഹൈ ലെവൽ കോഡിൽ എന്ത് ഓപ്പറേറ്റർ ആണോ ഉപയോഗിച്ചിരിക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഓപ്പറേറ്റർ ആയിരിക്കും നമ്മൾ അസംബ്ലി കോഡ് എഴുതുന്ന സമയത്ത് ഉപയോഗിക്കുക. അതായത് അസംബ്ലി കോഡ് എന്നൊക്കെ പറയുന്നത് ഈ സ്റ്റേറ്റ്മെന്റിനൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ഹൈ ലെവൽ കോഡിൽ ഉപയോഗിക്കുന്ന പർട്ടിക്കുലർ ഓപ്പറേറ്ററിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷണൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ നമുക്കുണ്ടായിരിക്കും. എക്സാമ്പിൾ വെച്ച് പറയാം. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ സി കോഡില് ഇഫ് S1 ഈക്വൽ ടു S2 എന്ന് എഴുതിയിട്ടുണ്ട്. S0യിലേക്ക്, അതായത് S1 S2 ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. S1 S2 ഈക്വൽ ആണെങ്കിൽ S0യിലേക്ക് ഒരു 1 ആഡ് ചെയ്യുന്നു. അതല്ല എങ്കിൽ എൽസ് പാർട്ടിൽ S0യിൽ നിന്ന് ഒരു 1 മൈനസ് ചെയ്യുന്നു. അതാണ് നമ്മുടെ ഹൈ ലെവൽ കോഡ് എന്ന് പറയുന്നത്. S1 എന്ന് പറഞ്ഞ രജിസ്റ്ററും S2 എന്ന് പറഞ്ഞ രജിസ്റ്ററും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഈക്വൽ ആണെങ്കിൽ S0യിലേക്ക് ഒരു 1നെ ആഡ് ചെയ്യുന്നു. അതല്ല എങ്കിൽ ഈ ഫ്ലോക്കിന്റെ കണ്ടീഷൻ ട്രൂ അല്ല എങ്കിൽ, S1 നോട്ട് ഈക്വൽ ടു S2 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ എൽസ് പാർട്ടിലേക്ക് പോകുന്നു. എൽസ് പാർട്ട് എന്ന് പറയുന്നത് S0യിലുള്ള കണ്ടന്റിൽ നിന്ന് 1 മൈനസ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ എഴുതിയിരിക്കുന്ന കോഡ്. ഇനി ഇതിനെ എങ്ങനെ നമ്മുടെ അസംബ്ലി കോഡാക്കി കൺവേർട്ട് ചെയ്യാം, എങ്ങനെയാണ് ഈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് അസംബ്ലി കോഡിൽ അല്ലെങ്കിൽ RISC-V പ്രോസസറിലൊക്കെ വർക്ക് ചെയ്യുന്നത്, ആ ഒരു അസംബ്ലി കോഡ് റൈറ്റിംഗ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ കൺസെപ്റ്റ് ഇതാണ്. ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹൈ ലെവൽ കോഡ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ആ കോഡിനകത്ത് ഈഫ് കണ്ടീഷനകത്ത് എന്ത് ഓപ്പറേറ്റർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നോക്കുക. ഈഫ് S1 ഈക്വൽ ടു S2, ഇവിടെ എന്താണ് ഈക്വൽ ടു ഓപ്പറേറ്റർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അസംബ്ലി കോഡ് എഴുതുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ഓപ്പറേറ്റർ ആയ നോട്ട് ഈക്വൽ ടു വേണം ഉപയോഗിക്കാൻ. അതിന്റെ ഓപ്പോസിറ്റ് ഓപ്പറേറ്റർ നോട്ട് ഈക്വൽ ടു ആണോ എന്ന് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിന്റെ ഓപ്പോസിറ്റ് ആയി നോട്ട് ഈക്വൽ ടു വെച്ച് വേണം അസംബ്ലി കോഡ് എഴുതാൻ. അപ്പൊ നമ്മൾ അവിടെ നോട്ട് ഈക്വൽ ടു വരുന്ന ഒരു കണ്ടീഷണൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ നമ്മളിപ്പോ ജസ്റ്റ് നൗ പഠിച്ചു. നോട്ട് ഈക്വൽ ആണെങ്കിൽ ബ്രാഞ്ച് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് നമ്മളൊരു കണ്ടീഷണൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ പഠിച്ചു. അതിന്റെ പേര് ഏതായിരുന്നു? എനിവൺ? നോട്ട് ഈക്വൽ ആണെങ്കിൽ ബ്രാഞ്ച് ചെയ്യാൻ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ ഏതാ പിള്ളേരെ? BNE. വെരി ഗുഡ്. സോ BNE എന്ന് പറയുന്ന കണ്ടീഷണൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഈ ഒരു പർട്ടിക്കുലർ റെക്ടാങ്കുലറിന്റെ ഉള്ളിൽ കാണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ BNE എന്ന് പറയുന്ന ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഈ ഒരു ഹൈ ലെവൽ കോഡ് അല്ലെങ്കിൽ ഈ ഒരു സി കോഡിനെ നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിക്ക് എഴുതിയിരിക്കുന്നതാണ്. അസംബ്ലി കോഡാണ്. ഈ ഒരു പർട്ടിക്കുലർ കോഡിന്റെ അസംബ്ലി കോഡാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ S1 ഈക്വൽ ടു S2 എന്നായതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന BNE എന്ന് പറയുന്ന ന്യൂമോണിക് കോഡാണ്. BNE എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ആണ് എങ്കിൽ ബ്രാഞ്ച് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടീഷണൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ ആണ്. സോ BNE എന്ന് പറയുന്ന കോഡ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇൻസ്ട്രക്ഷന് ശേഷം 2 സോഴ്സ് രജിസ്റ്റേഴ്സ് വേണം. ഏതൊക്കെയാ? S1 S2 തമ്മിലാണ് അവിടെ കമ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ S1, S2 നമ്മൾ എഴുതി. ഇനി നമ്മൾ ലേബൽ ആയിട്ട് കൊടുക്കുന്നത്, അതായത് ഏത് കണ്ടീഷണൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ ആണെങ്കിലും അവിടെ 2 സോഴ്സ് രജിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കണം, പിന്നെ ഒരു ലേബൽ പാർട്ട് ഉണ്ടായിരിക്കണം നമ്മൾ പറഞ്ഞു. ഈ ലേബൽ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നത് എൽസ് പാർട്ടാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നോട്ട് ഈക്വൽ ടുവിന്റെ ആണ് ഓപ്പറേഷൻ. നോട്ട് ഈക്വൽ അല്ലെങ്കിൽ എന്ത് പെർഫോം ചെയ്യണം? നോട്ട് ഈക്വൽ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഏതാണ്? ഈഫ് ബ്ലോക്കിലുള്ള കോഡല്ല, എൽസ് പാർട്ടിലുള്ള കോഡാണ് പെർഫോം ചെയ്യേണ്ടത്. സോ അവിടെ ലേബൽ ആയിട്ട് എൽസ് പാർട്ട് കൊടുക്കണം. എൽസ് പാർട്ടിന് ശേഷം ഇവിടെ നമ്മൾ എൽസ് പാർട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എൽസ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? S0യിൽ നിന്ന് 1 കുറയ്ക്കുക, അതിന്
വേറൊരു രീതിയിൽ എഴുതിയിരിക്കുന്നതാണ് ആഡ് S0, S0 മൈനസ് 1 എന്ന് പറയുന്നത്. S0 നിന്ന് 1 കുറയ്ക്കുന്നതിന് തുല്യമാണ് S0യിലേക്ക് -1 ആഡ് ചെയ്യുന്നത്. സോ ഈ എൽസ് പാർട്ട് അല്ല നമ്മൾ ആക്ച്വലി BNEയുടെ തൊട്ട് താഴെ കൊടുക്കുക. BNE എന്ന് പറയുന്ന ആ ഒരു നിമോണിക് കോഡ് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷനിൽ അല്ലെങ്കിൽ ആ ഒരു ഇൻസ്ട്രക്ഷന്റെ എൽസ് ലേബൽ പാർട്ട് ആയിട്ടാണ് ഈ എൽസ് പാർട്ട് കൊടുക്കുക. ഇനി BNEയുടെ തൊട്ട് താഴെ നമ്മളിപ്പോ എന്തായിരിക്കും കൊടുക്കുക? ഇത് ഈക്വൽ ആണെങ്കിൽ എന്ത് ഓപ്പറേഷൻ ആണോ പെർഫോം ചെയ്യേണ്ടത്, അതായത് നമ്മുടെ ഈഫ് കോഡ്. ഈഫ് വർക്ക് ചെയ്യുകയാണെങ്കിൽ S0യിലേക്ക് 1 ആഡ് ചെയ്യണം. അതാണ് നമ്മുടെ ഈഫ് ബ്ലോക്ക് കോഡ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ തൊട്ട് താഴെ കൊടുക്കുക ആഡ് S0, S01 എന്ന് പറയുന്നത്. സോ ആദ്യം നമ്മൾ നോട്ടിക്കൽ അതിന്റെ ഓപ്പോസിറ്റ് ആണ് എഴുതുന്നത് എങ്കിലും അതിന്റെ തൊട്ട് താഴെ കൊടുക്കുന്നത് ഈഫ് കോഡ് ആയിരിക്കും. കാരണം ഒരു നോട്ടിക്കൽ ടു ആണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. നോട്ടിക്കൽ ടു ആണെങ്കിൽ എന്താണ് പെർഫോം ചെയ്യേണ്ടത്? എൽസ് പാർട്ട് ആണ് പെർഫോം ചെയ്യേണ്ടത്. ആ എൽസ് പാർട്ടിന് നമ്മൾ ഓൾറെഡി താഴെയാണ് ഡിഫൈൻ ചെയ്ത് വെക്കുന്നത്. ഇനി ഈ പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷന്റെ താഴെ കൊടുക്കുന്നത് ഇത് നോട്ടിക്കൽ ടു ഈക്വൽ ടു ആകുന്ന സെനാരിയോസിൽ എന്ത് വർക്ക് ചെയ്യണം, S1ഉം S2ഉം ഈക്വൽ ടു ആകുന്ന സെനാരിയോയിൽ എന്താണ് ചെയ്യേണ്ടത്, ആഡ് S0, S01 എന്ന് പറയുന്നത്. അതിനുശേഷം ഇവിടെ JND കൊടുത്തിരിക്കുന്നു, ജമ്പ് ചെയ്യുവാണ്. എൽസ് പാർട്ട് പിന്നെ നമുക്ക് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു പർട്ടിക്കുലർ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടെ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഇവിടെ ജമ്പ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ എങ്ങനെ ഒരു അസംബ്ലി കോഡ് എഴുതാം എന്നുള്ള കൺസെപ്റ്റ്? അപ്പൊ ഒരു അസംബ്ലി കോഡ് അല്ലെങ്കിൽ ഒരു ഹൈ ലെവൽ കോഡ് തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അസംബ്ലി ആയിട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ള ഒരു കൺവേർഷൻ ആണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇതൊരു പർട്ടിക്കുലർ ഈഫ് എൽസ് സ്റ്റേറ്റ്മെന്റിന്റെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്കിത് ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, അങ്ങനെ ഒത്തിരി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അറേസിൽ എങ്ങനെയാണ്, സ്വിച്ച് കേസ് എങ്ങനെയാണ്. സോ ഇപ്പൊ മനസ്സിലാക്കി പോയാലാണ് മുന്നോട്ട് പോകുന്നതോറും ഈസി ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ തന്നെ മനസ്സിലായില്ലെങ്കിൽ ബുദ്ധിമുട്ടായി, അതുകൊണ്ട് പറയാം. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് പറയാം. ഒന്നുമില്ല, കണ്ടീഷൻ ആദ്യം ഓപ്പറേറ്റർ നോക്കുക, അതിന്റെ ഓപ്പോസിറ്റ് കണ്ടീഷൻ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ്. കണ്ടീഷൻ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ അത്ര പാടൊന്നുമല്ല. ഏതാണ് BEQ, BNE. ഇനിയിപ്പോ ഫോർ എക്സാമ്പിൾ ഇവിടെ എനിക്ക് തന്നിരുന്ന ഹൈ ലെവൽ കോഡ് എന്ന് പറയുന്നത് ഇഫ് S1 നോട്ട് ഈക്വൽ ടു S2 അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഞാൻ ഇവിടെ ഉപയോഗിക്കേണ്ട കണ്ടീഷൻ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ ഏതായിരിക്കും? BEQ. വെരി ഗുഡ്. സോ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഏതാണോ വരുന്നത് അതാണ് നമ്മൾ എപ്പോഴും നോക്കുന്നത്. ഇനി എനിക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഇഫ് S1 ലെസ് ദാൻ S2 ആണെങ്കിൽ, ഇഫ് S1 ലെസ് ദാൻ S2 എന്നാണ് എന്റെ ഹൈ ലെവൽ കോഡ് എങ്കിൽ ഞാൻ ഉപയോഗിക്കേണ്ട അസംബ്ലി കോഡ് ലാംഗ്വേജ് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ ഏതായിരിക്കും? BGE. അത്രേ ഉള്ളൂ. ആ ഒരു ഓപ്പോസിറ്റ് കണ്ടീഷണൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ അത് മനസ്സിലാക്കുക. അതിനുശേഷം ആ ഒരു ഇൻസ്ട്രക്ഷന്റെ എൽസ് പാർട്ട് ആണ് നമ്മൾ എവിടെ വേറെ ഡിഫൈൻ ചെയ്തെഴുതുന്നത്. ആ ഒരു ഇൻസ്ട്രക്ഷന്റെ തൊട്ട് താഴെ എഴുതുന്നത് അതിന്റെ ഈഫ് പാർട്ട് ആയിരിക്കും എന്നും ഓർത്തിരിക്കുക. അതാണ് ഈഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്. അല്ലെങ്കിൽ ഈഫ് സ്റ്റേറ്റ്മെന്റ് തന്നെയാണെങ്കിലോ ഇപ്പൊ ഇവിടെ എൽസ് ഉണ്ടാവില്ല അല്ലെ? ഈഫ് സ്റ്റേറ്റ്മെന്റ് തന്നെയാണെങ്കിൽ അവിടെ ആ എൽസ് എന്ന് പറയുന്ന കേസ് ഉണ്ടാവില്ല. ഡയറക്റ്റ് നമുക്ക് ആ ഈഫ് ബ്ലോക്ക് മാത്രം എഴുതി കൊടുത്താൽ മതി. അപ്പൊ അവിടെ നമ്മൾ എന്ത് ലേബൽ ചെയ്യും? ഈ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാം നോക്കിക്കേ. ഇഫ് ആപ്പിൾസ് ഈക്വൽ ടു ഓറഞ്ചസ്, ആപ്പിള് ഓറഞ്ചിന് ഈക്വൽ ആണെങ്കിൽ എഫിലേക്ക് G+H, എഫിലേക്ക് G+H, ആപ്പിൾസിൽ നിന്ന് ഓറഞ്ചസ് -H. അതിന്റെ ഇതൊരു ഹൈ ലെവൽ കോഡാണ്. ഈ കോഡിനെ നമ്മൾ എന്ത് ചെയ്യാണ്? അസംബ്ലി കോഡിംഗ് ആയിട്ട് എഴുതിയേക്കുവാണ്. അപ്പൊ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹാഷ് ഇട്ട് തന്നിരിക്കുന്നത്. S0യിലാണ് ഞാൻ ആപ്പിൾസ് സ്റ്റോർ ചെയ്യുന്നത്, S1 എന്ന് പറയുന്ന രജിസ്റ്ററിലാണ്. പിന്നെ അതൊരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. അസംബ്ലി കോഡ് എഴുതുന്ന സമയത്ത് എപ്പോഴും രജിസ്റ്റർ കൺസെപ്റ്റിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. രജിസ്റ്റർ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ S0, S1, T0, T1 അല്ലെങ്കിൽ A0, അത് കുറച്ചുകൂടെ വരുമ്പോഴാണ്. S0 മുതൽ S11 വരെ രജിസ്റ്റേഴ്സ് ഉണ്ട്, സ്റ്റോർ രജിസ്റ്റേഴ്സ് ഉണ്ടെന്നും T0 മുതൽ T6 വരെ 6 ടെമ്പററി രജിസ്റ്റേഴ്സ് ഉണ്ടെന്നും നമ്മൾ പഠിച്ചതാണ്. സോ S0, S1, S2, S3 അങ്ങനെ രജിസ്റ്റേഴ്സിന്റെ കൺസെപ്റ്റിലായിരിക്കും നമ്മൾ ഇവിടെ എഴുതുക. ഒരിക്കലും നമ്മൾ GH വേരിയബിൾസ് യൂസ് ചെയ്തുകൊണ്ട് എഴുതില്ല. സോ ഇവിടെ ആപ്പിൾ എന്നുള്ളതിന് S0യിലേക്കും, ഓറഞ്ച് എന്നുള്ളതിന് S1ലേക്കും, F എന്നുള്ളതിന് S2ലേക്കും, G എന്നുള്ളതിന് S3ലേക്കും, H എന്നുള്ളതിന് S4ലേക്കും, ആ ഒരു പർട്ടിക്കുലർ ഇവിടെ എന്തൊക്കെ വേരിയബിൾസ് വന്നിട്ടുണ്ടോ ആ വേരിയബിൾസിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ഒരു രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുക. എന്നിട്ട് വേണം നമ്മൾ അസംബ്ലി കോഡ് എഴുതാൻ വേണ്ടിയിട്ട്. S0 ഞാൻ ഉദ്ദേശിക്കുന്നത് ആപ്പിൾ ആണ്, S1 ഞാൻ ഉദ്ദേശിക്കുന്നത് ഓറഞ്ച് ആണ്. കാരണം പ്രോഗ്രാം വായിക്കുന്ന ആൾക്ക് മനസ്സിലാവണം. ചുമ്മാ S0, S1 എഴുതി വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഞാനിപ്പോ ഇവിടെ BNE S0, S1, അപ്പൊ S0യിൽ എന്താണ്, S1ൽ എന്താണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു വെച്ചാൽ മാത്രമാണ് ഇവിടെ ആ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ S0 എന്താണ്, S1 എന്താണ്, S2 എന്താണ്, S3 എന്താണ്, S4 എന്താണെന്ന് എഴുതി വെച്ചു.
അതിനുശേഷം ഇവിടെ വന്നിരിക്കുന്നത് ഇഫ് ആപ്പിൾസ് ഈക്വൽ ടു ഓറഞ്ച് ആയതുകൊണ്ട് ഇവിടെ ഈക്വൽ ടു എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഉപയോഗിച്ചതുകൊണ്ട് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന അസംബ്ലി കോഡ് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു ആയിരിക്കും. BNE ബ്രാഞ്ചിങ് ഇഫ് നോട്ട് ഈക്വൽസ് ഏതൊക്കെ തമ്മിൽ ആപ്പിൾ എന്നുള്ളത് ഞാൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന S0യിലാണ്, ഓറഞ്ച് എന്നുള്ളത് സ്റ്റോർ ചെയ്തിരിക്കുന്ന S1ലാണ്. അപ്പൊ S0, S1. അതിനുശേഷം ഞാനൊരു ലേബൽ 1 കൊടുത്തു. L1 കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആപ്പിൾ നോട്ട് ഈക്വൽ ടു ഓറഞ്ച് ആണെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ഇത് ആപ്പിൾ നോട്ട് ഈക്വൽ ടു ഓറഞ്ച് ആണെങ്കിൽ സ്കിപ്പ് L1 എന്ന് പറയുന്ന പർട്ടിക്കുലറിലേക്ക് പോവുക. L1 എന്ന് പറയുന്ന ലേബൽ എന്താണ്? L1 എന്ന് പറയുന്ന ലേബൽ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇത് ഒരു പർട്ടിക്കുലർ ഇവിടെ ഒരു ഇത് ഇല്ലാത്തതിന്റെ മിസ്റ്റേക്ക് ആട്ടോ. ഏതാ? കേർലി ബ്രാക്കറ്റ് ഇവിടെ വേണമായിരുന്നു. വേണ്ടേ? ഈഫ് ആണെങ്കിൽ F is equal to G plus H, അല്ലാത്ത കേസിലാണെങ്കിൽ ആപ്പിൾസ് ഈക്വൽ ടു ഓറഞ്ചസ് മൈനസ് H. അങ്ങനെ പറയുമ്പോൾ ഇവിടെ ഒരു കേർലി ബ്രാക്കറ്റ് വേണ്ടേ? എങ്കിൽ മാത്രമല്ലേ മനസ്സിലാവുള്ളൂ. സോ ഇവിടെ L1 എന്ന് പറയുന്നത് സബ് S0, S1, S4 എന്നാണ്. അതായത് S0 എന്ന് പറയുന്നത് ആപ്പിൾ ആണ്, S1 എന്ന് പറയുന്നത് ഓറഞ്ച് ആണ്, S4 എന്ന് പറയുന്നത് H ആണ്. ഇഫ് അതല്ല എങ്കിൽ, നോട്ട് ഈക്വൽ ടു ആണ് എങ്കിൽ, അത് രണ്ടും ആപ്പിളും ഓറഞ്ചും സെയിം അല്ല എങ്കിൽ എന്ത് ചെയ്യുക? ഈ ഒരു പർട്ടിക്കുലർ L1 എന്ന ലേബൽ ചെയ്തിരിക്കുന്ന സബ്ട്രാക്ഷൻ ആണ് പെർഫോം ചെയ്യേണ്ടത്. സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന പ്രോസസ് ആണ് പെർഫോം ചെയ്യേണ്ടത്. ഇനി നിമോണിക് കോഡ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമ്മുടെ ഈ ഓരോ ഇൻസ്ട്രക്ഷനിലും ഏത് ഓപ്പറേറ്റർ ആണോ ഉപയോഗിച്ചിരിക്കുന്നത്, ഇപ്പൊ F is equal to G plus H എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനിൽ പ്ലസ് ആണ് അവിടുത്തെ എന്ത് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. സോ ആ പ്ലസ് ഓപ്പറേറ്റർ ആണ് നമ്മൾ ഇവിടെ എന്ത് എഴുതേണ്ടത്? നിമോണിക് കോഡ് ആയിട്ട് എഴുതേണ്ടത്. പ്ലസിന്റെ നിമോണിക് കോഡ് ആഡ് ആണ്. ഇനി ഓറഞ്ചസ് മൈനസ് H ആണ്, ഇവിടെ മൈനസ് ആണ് എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. സോ മൈനസിന്റെ നമ്മൾ ഉപയോഗിക്കുന്ന നിമോണിക് കോഡ് ഏതാണ്? സബ് ആണ്. സോ ആ നിമോണിക് കോഡ് നമ്മളത് മനസ്സിലാക്കുക. ആദ്യം അവിടെ എന്ത് ഓപ്പറേഷൻ ആണ് നടക്കുന്നത് നോക്കിയിട്ടാണ് ആദ്യം നിമോണിക് കോഡ് എഴുതുന്നത്. അതിനുശേഷം എന്തിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്, ഏതൊക്കെ തമ്മിലാണ് ഓപ്പറേഷൻ നടക്കുന്നത്, അത് ആദ്യം ഡെസ്റ്റിനേഷൻ വരുന്ന രീതിക്കും പിന്നീട് സോഴ്സ് രജിസ്റ്റേഴ്സ് എന്നുള്ള രീതിക്കും എഴുതി വെച്ചാൽ മതി. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? കേൾക്കുന്നില്ലേ പിള്ളേരെ? ഈ അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഈ മൈക്രോ പ്രോസസർ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് അല്ലേ 8085 അതന്നെ നമ്മൾ നിമോണിക് കോഡുകൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്യാറില്ലേ? പണ്ട് നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനൊക്കെ ചെയ്തിട്ടുണ്ട്. അത് തന്നെയല്ലേ ഈ അസംബ്ലി ലാംഗ്വേജ്, അസംബ്ലി കോഡ് എന്ന് പറയുന്നത്? അതെ, നിമോണിക്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പിന്നെ ഹെക്സാഡെസിമൽ ആക്കണ്ടേ അതിനെ ലാബിലൊക്കെ ചെയ്യുമ്പോൾ? ലാബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യും. പക്ഷെ തിയറിയിൽ നമ്മൾ ജസ്റ്റ് ഈ നിമോണിക് കോഡ് അങ്ങനെ തന്നെ പറഞ്ഞു പോവുള്ളൂ. നമുക്കിത് പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് ആയതുകൊണ്ട് തന്നെ പ്രൊജക്ട് ചെയ്യാനുണ്ട്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണോ അതനുസരിച്ച് നമുക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് പഠിക്കാൻ വരും. പക്ഷെ ഇപ്പൊ ഈ ആദ്യത്തെ മൊഡ്യൂളിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇതാവില്ല എന്നുള്ള രീതിക്കായിരിക്കും അവരിങ്ങനെ കൊടുത്തിരിക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ടഫുമാണ്. കാരണം മൈക്രോ പ്രോസസർ എന്താണ്, അതിനകത്ത് നിമോണിക് കോഡുകൾ ഏതൊക്കെയാണ്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ കുറച്ചൊന്ന് ഡൈജസ്റ്റ് ചെയ്തെടുത്താൽ മാത്രമേ അത് വർക്ക് ആവുള്ളൂ കേട്ടോ. നിങ്ങളും കുറച്ച് എഫേർട്ട് ഇടേണ്ടി വരും, COA ആയതുകൊണ്ട്. ഞാൻ പറയുന്ന ഓക്കെയാണോ? മൂവ് ചെയ്തോട്ടെ പിള്ളേരെ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. കാരണം അത് തെറ്റൊന്നുമില്ല, എനിക്ക് അറിയുന്നതാണ് ഞാൻ പറയാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് നോക്കി പറയാം, അത്രേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഇനി വേറൊരു രീതിയുണ്ട്. അതായത് ഇത് ആക്ച്വലി നിങ്ങൾ തന്നെ ചെയ്യേണ്ടതായിരുന്നു. കണ്ടോ? ഇവിടുത്തെ C കോഡ് എന്ന് പറയുന്നത് ഇഫ് I = J ആണ്. അതിൽ ഇഫ് ട്രൂ ആവുന്ന കേസ് ആണെങ്കിൽ F is equal to G plus H, എൽസ് പാർട്ട് F is equal to G minus H. ഇവിടെ ഓരോന്നിനെയും F എന്ന് പറയുന്നത് X19 എന്ന് പറയുന്ന രജിസ്റ്റർ ആണ്, G എന്ന് പറയുന്നത് 20 എന്ന് പറയുന്ന രജിസ്റ്റർ ആണ്, H എന്ന് പറയുന്നത് 21 ആണ്, I എന്ന് പറയുന്നത് 22 ആണ്, J എന്ന് പറയുന്നത് 23 എന്ന് പറയുന്ന രജിസ്റ്ററുകൾ സേവ്ഡ് ആണ്. സോ ഇതിന്റെ അസംബ്ലി കോഡ് നിങ്ങൾ എഴുതേണ്ടി വരും. ഇതിന്റെ അസംബ്ലി കോഡ് എഴുതാൻ പറഞ്ഞു. ഇവിടെ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് I = J എന്ന് പറയുന്ന ഓപ്പറേറ്റർ ആയതുകൊണ്ട് തന്നെ അതിന്റെ അസംബ്ലി കോഡിൽ ആദ്യം വരുന്ന നിമോണിക് എന്തായിരിക്കും? ഒന്ന് എഴുതി നോക്കിക്കേ. ഐയും ജെയും നമ്മൾ എഴുതില്ല, പകരം ഐക്കും ജെയ്ക്കും ഉള്ള രജിസ്റ്റർ നെയിമാണ് നമ്മൾ യൂസ് ചെയ്യുള്ളൂ. ഇവിടെ രജിസ്റ്റർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഈക്വൽ ടു ആയതുകൊണ്ട് നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന നിമോണിക് കോഡ് അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷണൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ ഏതാ നോക്കുക, അതിനുശേഷം സോഴ്സ് രജിസ്റ്റേഴ്സ് നോക്കുക, എന്നിട്ട് ലേബൽ ചെയ്യുക. ആ ലേബലിൽ എന്താണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു എൽസ് പാർട്ട് ആണ് അവിടെ ലേബലായിട്ട് വരുന്നത്. എൽസ് പാർട്ട് വേറെ ഡിഫൈൻ ചെയ്ത് വെക്കുക. അതിനുശേഷം ഇഫ് ബ്ലോക്ക് ഓഫ് കോഡ് എഴുതുക. തന്നെ എഴുതി നോക്കുവാണെങ്കിൽ അത്ര നല്ലത് കേട്ടോ. ഇൻ കേസ് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഇത് നോക്കുക. ഇഫ് I = J എന്നായിരുന്നു നമ്മളിവിടെ ഉപയോഗിച്ചതാണ്. ഈക്വൽ ടു ആയതുകൊണ്ട് ഇവിടെ ഉപയോഗിക്കുന്ന നിമോണിക് അല്ലെങ്കിൽ കണ്ടീഷണൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് BNE ആണ്.
BNE ഐ എന്തിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? ഐ സ്റ്റോർ ചെയ്തിരിക്കുന്നത് X22 എന്ന് പറയുന്ന രജിസ്റ്ററിലാണ്. കോമ ജെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് X23 ആണ്. ഇനി അത് നോട്ട് ഈക്വൽ അല്ല എങ്കിൽ എൽസ് പാർട്ടിലേക്ക് പോകണം. എൽസ് പാർട്ട് താഴെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി അതിന്റെ സെക്കൻഡ് ലൈൻ ഓഫ് കോഡ് ആയിട്ട് നമ്മൾ എഴുതുന്നത് ഇഫ് ആണ് എങ്കിൽ ഇഫ് ബ്ലോക്കിൽ എന്താണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? ഇവിടെ അഡീഷൻ ഓപ്പറേഷൻ ആണ്, അതുകൊണ്ട് ആഡ്. ദെൻ ജി എന്താണ്, അല്ല എഫ് എന്ന് പറയുന്നതാണ് അതിന്റെ ഡെസ്റ്റിനേഷൻ രജിസ്റ്ററിന്റെ അഡ്രസ് കൊടുക്കുന്നു, ജി കൊടുക്കുന്നു, എച്ച് കൊടുക്കുന്നു. ഇനി താഴെ എൽസ് പാർട്ടും കൊടുത്തിട്ടുണ്ട്. ഈ ഇത് തരുമ്പോ ഒന്ന് ചെയ്ത് നോക്കണേ. പിന്നെ ഈ ഒരു പർട്ടിക്കുലർ ടേബിൾ എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ കണ്ടീഷണൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ എന്താണ് എന്നുള്ളത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സിമ്പിൾ ആണെന്ന് അത്ര ടഫ് എന്നുള്ള കാര്യമൊന്നുമല്ല, ജസ്റ്റ് ആ പേര് നോക്കിയാൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഈ കണ്ടീഷൻസ് അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ, അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഹൈ ലെവൽ കോഡിൽ എന്ത് കണ്ടീഷൻ ആണോ അല്ലെങ്കിൽ എന്ത് ഓപ്പറേറ്റർ ആണോ വരുന്നത് അതിന്റെ ഓപ്പോസിറ്റ് എന്താണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ള രീതിക്കുള്ള കണ്ടീഷണൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈഫും വൈലും ഫോർ ലൂപ്പും ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. സോ ആ ടേബിൾ നോക്കുക. ഇനി നമ്മൾ പിന്നെ സ്വിച്ച് ആണ് കേസ് സ്റ്റേറ്റ്മെന്റിന്റെ ഒരു എക്സാമ്പിളും തന്നിട്ടുണ്ട്. സ്വിച്ച് അല്ലെങ്കിൽ കേസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് സ്വിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ലൈക്ക് ആ ഒരു കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് പല രീതിയിലുള്ള കേസസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു കാൽക്കുലേറ്ററിന്റെ പ്രോഗ്രാം ആണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ കാൽക്കുലേറ്റർ എന്ന് പറയുന്നതിനകത്ത് മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും, ഇല്ലേ? അഡീഷൻ ചെയ്യാൻ പറ്റും, സബ്ട്രാക്ഷൻ ചെയ്യാൻ പറ്റും, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും, ഡിവിഷൻ ചെയ്യാൻ പറ്റും. സോ നമ്മളൊരു കാൽക്കുലേറ്ററിന്റെ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് ഈ 4 കേസസ് ആയിട്ടാണ് എഴുതുക. അതായത് പ്ലസ് ഓപ്പറേറ്റർ ആണ് ഇൻപുട്ട് ആയിട്ട് വരുന്നതെങ്കിൽ, കീബോർഡിൽ നിന്ന് പ്ലസ് എന്ന് പറയുന്ന സിമ്പിൾ ആണ് വരുന്നത് എങ്കിൽ അതിനൊരു കേസ് ആയിട്ട് എടുക്കുന്നു. ആ കേസിനകത്ത് ഇഫ് എന്താണ് ആ ഒരു വേരിയബിള് പ്ലസ് ആണെങ്കിൽ അവിടെ അഡീഷൻ പെർഫോം ചെയ്യണം എന്ന് പറയുന്നു. രണ്ടാമത്തെ കേസ് ഇഫ് ആ കീബോർഡിൽ നിന്ന് എടുക്കുന്ന ഇൻപുട്ട് മൈനസ് ആണെങ്കിൽ അവിടെ സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സെറ്റ് ഓഫ് പ്രോഗ്രാം എഴുതി വെക്കുന്നു, അല്ലെങ്കിൽ സെറ്റ് ഓഫ് കോഡ് എഴുതി വെക്കുന്നു. ഇനി എടുക്കുന്നത് ഒരു സ്റ്റാർ ആണ് അല്ലെങ്കിൽ എക്സ് വാല്യൂ ആണെങ്കിൽ സോറി എന്താണ് ഒരു മൾട്ടിപ്ലിക്കേഷൻ ഇൻഡിക്കേറ്റർ ആണെങ്കിൽ അവിടെ മൾട്ടിപ്ലിക്കേഷൻ നടക്കണം നമ്മൾ വേറൊരു കേസ് എഴുതി വെക്കുന്നു. ഇനി സ്ലാഷ് ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ ഡിവിഷൻ പെർഫോം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ 4 കേസുകൾ നമ്മൾ എഴുതി വെക്കുകയാണ് ഒരു കാൽക്കുലേറ്ററിന്റെ കേസിൽ. അപ്പൊ ഇവിടെ ആണെങ്കിലും ഒരു ഡിഫറെന്റ് കേസുകളാണ്. എമൗണ്ട് 20 ആണെങ്കിൽ ഫസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യണം, എമൗണ്ട് 50 ആണെങ്കിൽ സെക്കൻഡ് കേസ് എക്സിക്യൂട്ട് ചെയ്യണം, എമൗണ്ട് 100 ആണെങ്കിൽ തേർഡ് കേസ് എക്സിക്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഡിഫോൾട്ട് എമൗണ്ട് ഈക്വൽ ടു 0 എന്ന് കൊടുക്കണം. ഈ കേസുകളിൽ എന്താണ്, അല്ലെങ്കിൽ അത് ഫസ്റ്റ് കേസ് എന്താണ്? ബട്ടൺ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ എമൗണ്ട് 20 എന്ന് പ്രിന്റ് ചെയ്യണം, ബട്ടൺ 2 ആണെങ്കിൽ എമൗണ്ട് 50 എന്ന് പ്രിന്റ് ചെയ്യണം. അത് ഓരോ കേസുകളായിട്ട് നമ്മളോട് കൊടുത്തിരിക്കുക എന്നാണ്. നമ്മൾ ജസ്റ്റ് ആ ഒരു സ്വിച്ച് അല്ലെങ്കിൽ കേസ് അങ്ങനെ പല പല ഡിഫറെന്റ് കേസുകൾ ഉണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷൻ അനുസരിച്ചുകൊണ്ട് ഏത് പർട്ടിക്കുലർ കേസ് ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതിന് ആ ഒരു കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പൊ ഇവിടെ ഈക്വൽ ടു എന്ന് പറയുന്നതുകൊണ്ട് ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ബ്രാഞ്ചിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് BNE എന്നുള്ളതാണ്. ആ ഒരു പർട്ടിക്കുലർ ഈ ഒരു ഹൈ ലെവൽ കോഡിനെ അസംബ്ലി കോഡായിട്ട് എഴുതിയിരിക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. സ്വിച്ച് കേസ് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടില്ല എങ്കിലും അതൊരു കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രം കേട്ടോ. കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മെയിൻ ആയിട്ട് ഇഫും ഇഫ് എൽസും ആണ് നമ്മൾ പറയാറുള്ളത്. പിന്നെ സ്വിച്ചർ കേസ് ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ്. ഒന്ന് മനസ്സിലാക്കി വെക്കാത്രേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്ക് പ്രോഗ്രാം എഴുതിയാൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം തന്നെ കാണാൻ പഠിച്ച് എഴുതുന്നൊന്നുമില്ല. അപ്പൊ ഒരു കാൽക്കുലേറ്ററിന്റെ പ്രോഗ്രാമാണ് ഈസി ആയിരിക്കും. ആ കാൽക്കുലേറ്ററിന്റെ പ്രോഗ്രാമിൽ എന്താണ് പെർഫോം ചെയ്യുന്നത്, എന്താണ് ചെയ്യേണ്ടത്, അതിന്റെ അസംബ്ലി കോഡ് ഒന്ന് എഴുതി നോക്കുക. അതൊരു അസൈൻമെന്റ് എഴുതി തരട്ടെ, ഒന്ന് എഴുതി വെക്കാൻ പറ്റുമോ? ഒരു കാൽക്കുലേറ്ററിന്റെ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് കോഡ് സി കോഡ് എഴുതുക, ഒരു കാൽക്കുലേറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്, എന്നിട്ട് അതിന്റെ അസംബ്ലി കോഡും കൂടെ എഴുതി വെക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഇങ്ങനെയാണ് അൽഗോരിതം അല്ലെങ്കിൽ ഇങ്ങനെയാണ് അതിന്റെ ഇത് വരേണ്ടത്. ഞാനൊരു ഓപ്പറേറ്ററിന് കീബോർഡിൽ നിന്ന് എടുക്കുന്നു, അല്ലെങ്കിൽ ഓപ്പറേറ്ററിന് വേണ്ട ഒരു ABCD. A ആണെങ്കിൽ അഡീഷൻ ചെയ്യണം, B ആണെങ്കിൽ സബ്ട്രാക്ഷൻ ചെയ്യണം, C ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, D ആണെങ്കിൽ ഡിവിഷൻ ചെയ്യണം. സോ ആ 4 കേസുകൾ 4 ആയിട്ട് എഴുതുക. ഏത് ഓപ്പറേറ്റർ ആണ് വരുന്നത് അല്ലെങ്കിൽ ഏത് ആൽഫബറ്റ് ആണ് വരുന്നത് നോക്കുക, ആൽഫബറ്റിനനുസരിച്ച് ഇന്ന ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുക. ആ ഒരു രീതിക്ക് നിങ്ങൾ എഴുതി നോക്കുക കേട്ടോ. കൂടുതൽ എഴുതും തോറുമാണ് അസംബ്ലി കോഡ് കുറച്ചും കൂടെ നമുക്ക് വഴങ്ങുള്ളൂ. അത്രയാണ് കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് വരുന്നത്. പിന്നെ നമുക്ക് ഇനി പഠിക്കാനുള്ളത് ലൂപ്പുകളാണ്. ലൂപ്പ് എന്താ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ബ്ലോക്ക് ഓഫ് കോഡുകളാണ് ലൂപ്പുകൾ എന്ന് വിളിക്കുന്നത്. സോ ഒരു കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇത് നടക്കുന്നത്. അവിടെ വൈൽ ലൂപ്പ് ഉണ്ട്, ഫോർ ലൂപ്പ് ഉണ്ട്. കോമൺലി യൂസ്ഡ് ലൂപ്സ് ആണ് വൈൽ ലൂപ്പ് ആൻഡ് ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്. വൈൽ ലൂപ്പ് റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്യുന്നു അൺടിൽ എ കണ്ടീഷൻ ഇസ് നോട്ട് മെറ്റ്. ഒരു കണ്ടീഷൻ എത്തുന്നത് വരെ അല്ലെങ്കിൽ കണ്ടീഷൻ എത്തുന്നത് വരെ എന്ത് ചെയ്യുന്നു, ഒരു പെർഫോം ചെയ്യുന്നതിനെയാണ് വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. if else സ്റ്റേറ്റ്മെന്റ് പോലെ തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, വരുന്നത്, പെർഫോം ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും നമ്മൾ എന്താണോ
ഹൈ ലെവൽ കോഡിൽ വരുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷണൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അസംബ്ലി കോഡ് എഴുതുന്നത്. ഇവിടെ നമ്മളോട് തന്നിരിക്കുന്നത് 2x അല്ലെങ്കിൽ പവർ 128 ആകുന്നത് വരെ കണ്ടീഷൻ പെർഫോം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കുക, പവർ ഇൻറ്റു പവർ ഇസ് ഇക്വൽ ടു 1 ഇൻറ്റു എക്സ് ഇസ് ഇക്വൽ ടു 0 വൈൽ പവർ നോട്ട് ഈക്വൽ ടു 128. പവർ 120 പവർ എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ 128 അല്ല എങ്കിൽ അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ആകുന്നത് വരെ പവർ ഇസ് ഇക്വൽ ടു പവർ സ്റ്റാർ 2 എക്സ് ഇസ് ഇക്വൽ ടു എക്സ് പ്ലസ് 1 ഈ ഒരു വൈൽ ലൂപ്പ് പെർഫോം ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെങ്ങനെ അസംബ്ലി കോഡിൽ എഴുതിയിരിക്കുന്നു നോക്കിക്കേ. S0 POW എന്ന് പറയുന്ന വേരിയബിൾ കൊടുത്തു, S1 X എന്ന് പറയുന്ന വേരിയബിൾ കൊടുത്തു. അടുത്ത രണ്ട് സ്റ്റെപ്പ് ഈ ആഡ് S0 01 എന്ന് പറയുന്നത് S0 1 ഇനീഷ്യലൈസ് ചെയ്യുന്ന പ്രോസസ് ആണ്. ആഡ് S1 0,0 എന്ന് പറയുന്നത് എന്താണ് S1 എന്ന് പറയുന്ന കണ്ടന്റിലേക്ക് അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യുന്ന പ്രോസസ് ആണ്. ഇനി നമ്മൾ ഇവിടെ T0 എന്ന് പറഞ്ഞൊരു ടെമ്പററി വേരിയബിൾ മൂന്നാമത്തെ ഇൻസ്ട്രക്ഷനിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് T0 എന്ന് പറഞ്ഞ ടെമ്പററി വേരിയബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മളോട് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് പവർ നോട്ട് ഈക്വൽ ടു 128 ആകുന്നത് വരെ പെർഫോം ചെയ്യാനാണ്. സോ ഇവിടെ നമ്മൾ ടെമ്പററി രജിസ്റ്റർ ആയ T0 എന്ത് ചെയ്യുന്നത് ഈ 128 എന്ന് പറയുന്നത് നമ്മുടെ കണ്ടീഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. കണ്ടീഷൻസ് എപ്പോഴും നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ടെമ്പററി രജിസ്റ്റേഴ്സ് ആയിരിക്കും. ഇവിടെ 128 എന്നുള്ളൊരു ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ T0 128 സ്റ്റോർ ചെയ്ത് വെക്കുന്നു. എന്നിട്ടാണ് നമ്മുടെ ലൂപ്പ് എഴുതുന്നത്. നമുക്കപ്പോ S0 S1 T0 ഈ മൂന്ന് കണ്ടന്റ് വേണം എങ്കിൽ മാത്രമേ ഈ ലൂപ്പ് എഴുതാൻ പറ്റുള്ളൂ. സോ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് നോട്ട് ഈക്വൽ ടു എന്നുള്ള ഓപ്പറേറ്റർ ആണ്. നോട്ട് ഈക്വൽ ടു എന്ന ഓപ്പറേറ്റർ ഹൈ ലെവൽ കോഡിൽ വന്നതുകൊണ്ട് തന്നെ നമ്മൾ അസംബ്ലി കോഡ് എഴുതുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈക്വൽ ടു എന്ന് പറയുന്ന ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ വേണം ഉപയോഗിക്കാൻ. BEQ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. BEQ. ഇനി S0, T0 എന്തുകൊണ്ടാണ് S0 T0 എന്ന് ചോദിച്ചാൽ S0 എന്ത് വരുന്നത് S0 നമ്മൾ പവർ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. സോ ഈ S0 ഉള്ള പവറും T0 പവർ T0 നമ്മൾ എന്താ സ്റ്റോർ ചെയ്തിരിക്കുന്നത് 128 ആണ്. ആ പവർ അല്ലെങ്കിൽ ആ S0 കണ്ടന്റും T0 കണ്ടന്റും നമ്മൾ ചെക്ക് ചെയ്യുന്നു 128 ആയോ എന്ന് നോക്കുന്നു. 128 ആയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഡൺ നമ്മുടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അതായത് 128 ആകുന്നത് വരെ ചെയ്യാൻ നോട്ട് ഈക്വൽ ടു 128 ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. ഇത് 128 ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഡൺ എന്ന് പറയുന്ന ലേബലിലേക്ക് പോകുന്നു. ഡൺ എന്നോട് ഉദ്ദേശിക്കുന്നത് എൻഡ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. ഇനി അതല്ല 128 അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ S0 കണ്ടന്റിനെ അതായത് S0 എന്താണുള്ളത് പവർ എന്ന് പറയുന്ന കണ്ടന്റ് ആണ്. ആ പവർ എന്ന് പറയുന്ന കണ്ടന്റിനെ സ്റ്റാർ 2 ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോ ഈ ക്ലാസ്സിന്റെ ആദ്യത്തിൽ പറഞ്ഞിരുന്നു ഒരു പർട്ടിക്കുലർ വേരിയബിളിനെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ രജിസ്റ്ററിലുള്ള കണ്ടന്റിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ അവിടെ ഷിഫ്റ്റ് ലെഫ്റ്റ് ലോജിക്കൽ വിത്ത് 1 ബിറ്റ് ചെയ്താൽ മതി. അതായത് S0 എന്ന് പറയുന്ന S0 സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് POW എന്ന് പറയുന്ന പർട്ടിക്കുലർ വാല്യൂ. ആ വാല്യൂവിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ഒരു ബിറ്റിന്റെ ഷിഫ്റ്റ് ലെഫ്റ്റ് ലോജിക്കൽ പെർഫോം ചെയ്താൽ മതി. SLL S0, S0, 1 എന്ന് കൊടുത്തിരിക്കുന്നത് തന്നെ അതുകൊണ്ടാണ്. ഇവിടുത്തെ ഈ പവർ സ്റ്റാർ 2 ഒരു സ്റ്റാർ 2 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഷിഫ്റ്റ് ലെഫ്റ്റ് ലോജിക്കൽ വിത്ത് 1 ബിറ്റ് ചെയ്തിരിക്കുന്നത്. 2 ബിറ്റ് ആണെങ്കിൽ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ഒരു കൺസെപ്റ്റ് ആണ് അവിടെ ഉള്ളത്. സോ ഇവിടെ നമുക്ക് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതുകൊണ്ട് ഷിഫ്റ്റ് ലെഫ്റ്റ് ലോജിക്കൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ആഡ് S1, S1, 1 ആണ്. അതായത് എക്സിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ജമ്പ് ടു വൈൽ. ഇനി അത് എന്താണ് വൈൽ ലൂപ്പ് പിന്നെയും കണ്ടിന്യൂ ചെയ്യുകയാണ്. കാരണം 128 അടുത്ത വൈൽ ലൂപ്പ് പിന്നെയും വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അതായത് പിന്നെയും കമ്പയർ ചെയ്യുന്നു. S0 കണ്ടന്റും T0 കണ്ടന്റും 128 ആണെന്ന് നോക്കുന്നു. ആണെങ്കിൽ ഡൺ ചെയ്യുന്നു. അതല്ല എങ്കിൽ പിന്നെയും ഈ എക്സിക്യൂഷൻ നടന്നുകൊണ്ടേയിരിക്കുന്നു. സോ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോഗ്രാം ഒന്നും അല്ല. പക്ഷെ ഈ ഒരു കണ്ടന്റ് ഇതാണ്. നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എല്ലാ നിമോണിക്സ് ഓപ്പറേറ്ററിനെ മനസ്സിലാക്കാൻ പറ്റണം. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇവിടെ രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ ഇപ്പൊ വൈൽ കഴിഞ്ഞിട്ട് താഴെ വന്നിരിക്കുന്നതാണ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ അവിടെ 2 വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. പിന്നെ അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. 2 വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ ഷിഫ്റ്റ് ലെഫ്റ്റ് ലോജിക്കൽ ചെയ്താൽ മതി. 4 വെച്ച് മൾട്ടിപ്ലൈ ആണെങ്കിൽ ഷിഫ്റ്റ് ലെഫ്റ്റ് ലോജിക്കൽ വിത്ത് 2 ബിറ്റ്സ്. ആ ഒരു കൺസെപ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. കുറച്ചുകൂടി ഡീപ്പായിട്ട് പോകുമ്പോൾ നമുക്ക് അത് കുറച്ചുകൂടി നിമോണിക്സ് കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് പറയാനുണ്ട്. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ പഠിച്ചിരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. ഡു വൈൽ ലൂപ്പും ഫോർ ലൂപ്പും ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഇത്രയും കാര്യങ്ങൾ അതായത് വൈലിന്റെ ഇത് വരുന്നതും അതുപോലെ തന്നെ ഈഫ് എൽസ് സ്റ്റേറ്റ്മെന്റിന്റെ കേസും ഈ PDF ഞാൻ ഷെയർ ചെയ്തിരുന്നോ?
ഇല്ലെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഇടാം. അപ്പൊ അതൊന്ന് വായിച്ചു നോക്കുക, മസ്റ്റായിട്ടും വായിക്കണം. അത് വെച്ച് വേറെ പ്രോഗ്രാംസ് ഇപ്പൊ കാൽക്കുലേറ്ററിന്റെ പ്രോഗ്രാം പറഞ്ഞാൽ അതൊന്ന് എഴുതി നോക്കണം. വെള്ളിയാഴ്ച വരുമ്പോൾ ഞാൻ ചോദിക്കും കേട്ടോ.